നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ടൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ചില സൈറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ വേറൊരു പേജ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ഇപ്പൊ നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്താ പുതിയൊരു പേജ് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നില്ല. ആ ഒരു ക്ലിക്ക് നമ്മൾ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സിംഗിൾ ക്ലിക്കില് നമുക്ക് വേറൊരു പേജിലേക്ക് എങ്ങനെ പോവാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഈ രണ്ടാമത്തെ മാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ മാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് കണ്ടോ? മാപ്പ് ഉള്ള ആ പേജിലേക്ക് പോയി. അപ്പൊ ഞാൻ ഇവിടെ ഡയറക്റ്റ് പേജ് സെലക്ട് ചെയ്യാതെ തന്നെ ഡാഷ്ബോർഡില്, അതായത് വേറെ പേജിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ഐക്കൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ആ ഐക്കൺസ് അല്ലെങ്കിൽ ആ ഒരു ക്ലിക്ക് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനപ്പോ ഇവിടെ ഒരു പുതിയ പേജ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് വേണമെങ്കിൽ ആ ഐക്കൺസ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻസേർട്ടിൽ ഇമേജ് എടുക്കുക. ഓക്കെ, ഡൗൺലോഡ്സിൽ ഉണ്ടാവും നമ്മള് ആ ഐക്കൺസ്. അങ്ങനെ നമുക്ക് ഇപ്പൊ മാപ്പിന്റെ ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇപ്പൊ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പം എനിക്ക് ഇവിടെ ഈ ഒരു മാപ്പിന്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പം ഇതില് പ്രസ് ചെയ്യുമ്പം എനിക്ക് മാപ്പ് എന്ന് പറയുന്ന ഈ പേജിലോട്ട് പോകണം. അതെങ്ങനെ പോവാം നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ദെൻ ഫോർമാറ്റില് എക്സ്പാൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം. അത് ഓൺ ചെയ്തിടാം. ദെൻ ടൈപ്പില് നമ്മൾ പേജ് നാവിഗേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എവിടേക്കാണ് ആ ഒരു ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ എവിടേക്കാണ് പോവേണ്ടത്. അപ്പൊ എവിടേക്കാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്ന പേജിലേക്കാണ് പോവേണ്ടത്. അപ്പൊ ഡെസ്റ്റിനേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേജിന്റെ പേരുകൾ വരും. അപ്പൊ ഞാനിവിടെ മാപ്പ് സെലക്ട് ചെയ്തു. ദെൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മാപ്പിന്റെ പേജിലേക്ക് പോകും. കണ്ടോ? അപ്പൊ ഞാനിവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പം എന്താ ആ ഒരു പേജിലേക്ക് പോയി. ഇങ്ങനെ ഓരോന്നിന്റെ ഐക്കൺ ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ഡാഷ്ബോർഡ്, പിന്നെ ഐക്കൺ, പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ, കസ്റ്റമർ ഡീറ്റെയിൽ, അങ്ങനെ 4 ഐക്കൺസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് ഡീറ്റെയിലിൽ പോകും. അങ്ങനെ അപ്പൊ നമുക്ക് ഒരു ക്ലിക്കിലൂടെ നമുക്ക് ഇഷ്ടമുള്ള പേജിലേക്ക് പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ വേറൊരു പേജിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. കണ്ടോ? ടെക്സ്റ്റ് ബോക്സ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. ദെൻ നമ്മൾ ഈ അറ്റത്തേക്ക് കൊണ്ടുവിടാം. പിന്നെന്താ അതിന്റെ കളർ ചേഞ്ച് ചെയ്താൽ മതി. കളർ നമുക്ക് ഫോർമാറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഐക്കൺസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബട്ടൺസ് ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്.